ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മിക്സിയിൽ അരച്ചിട്ട് ദോശയാണ്. നമ്മൾ സാധാരണ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം മിക്സിയിൽ അരച്ച് ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഗോതമ്പ് മിക്സിയിൽ അരച്ചിട്ട് ഉള്ള ദോശയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന്, ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പാണ്. ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുക. 1 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് എടുത്താൽ ഒരു 8-9 ദോശയൊക്കെ ഉണ്ടാവും. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശ ഉണ്ടാക്കാം. ഒരു 8 മണിക്കൂർ മിനിമം ഇട്ട് വെക്കണം, അപ്പോഴേ മിക്സിയിൽ അരിയുള്ളൂ. ഇപ്പോൾ ഇത് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഗോതമ്പാണ്. ഇനി നമ്മളിത് വെള്ളം മാറ്റിയിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 8 മണിക്കൂർ മിനിമം ആണ്, ഒരു 10 മണിക്കൂറൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ട് വെച്ചാൽ രാവിലെ അരയ്ക്കുക. 1 കപ്പ് ഗോതമ്പിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അരച്ച് കഴിഞ്ഞിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടി പോവാതെ നോക്കണം. നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇത്. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിലാണ് വേണ്ടത്. വെള്ളം കൂടി പോവരുത്. അപ്പോൾ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇഡ്ഡലിക്ക് അതുപോലെ നെയ്യപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിഞ്ഞ് ദോശ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, മുറിഞ്ഞ് പോവും. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു തരി ഉള്ളതുപോലെ തോന്നും. പക്ഷേ അത് നമ്മൾ ഗോതമ്പിൻ്റെ തൊലി കളയാത്തത് കൊണ്ടാണ്. ഗോതമ്പ് കുത്തിയ ഗോതമ്പല്ലല്ലോ, സാധാ ഗോതമ്പല്ലേ. അപ്പോൾ അതിൻ്റെ തൊലിയോട് കൂടി ആണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി നമുക്ക് ശരീരത്തിനും നല്ലത് അതാണ്. അപ്പോൾ ആ തരിപ്പ് ഒരു പ്രശ്നമാക്കണ്ട. അത് ഗോതമ്പ് തൊലി കളയാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ തേക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ആവശ്യത്തിന് മാവ് ഒഴിക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണോ ദോശ ചുടുക അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കുക. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അയൺ കടായിയൊക്കെ ആണെങ്കിൽ എണ്ണ ആക്കാം. ഞാനിപ്പോൾ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കുക. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അതല്ല, നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ എല്ലാവരും ചെയ്യണത് തന്നെയാണ്. അത് ഗോതമ്പിൻ്റെ പൊടി നമ്മൾ ഗോതമ്പ് കഴുകി ഉണക്കി മില്ലിലൊക്കെ പൊടിച്ച പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ടേസ്റ്റാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എത്രയോ ഇരട്ടി ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഫ്രഷ് ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചിട്ട് ചുടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന അടിപൊളി ദോശയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ചുട്ടെടുക്കാം. ഇങ്ങനെ ചുറ്റിച്ച് ഇതുപോലെ റൗണ്ടിൽ ചുറ്റിച്ച് തന്നെ വേണം ഉണ്ടാക്കാൻ. അപ്പോഴേ ശരിക്കും നല്ല നൈസായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വരുള്ളൂ. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. തേങ്ങയും കൂടിയും ചേർത്തത് കാരണം നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനല്ല, അപ്പോൾ 4 മണി ചായക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. രാവിലെയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം അരച്ചിട്ട് 4 മണി ചായക്കും ദോശ ഉണ്ടാക്കാം. എല്ലാം കൂടി ചുട്ടെടുക്കുമ്പോൾ 7-8 ദോശയൊക്കെയാണ് ഉണ്ടാവുക 1 കപ്പ് ഗോതമ്പിന്. അത് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു മെത്തേഡാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും താങ്ക് യു.